റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള പീസസ് ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ വൈറ്റ് പെപ്പർ പൗഡറും ബ്ലാക്ക് പെപ്പർ പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ സാധാ പെപ്പർ പൗഡറും കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വിനെഗറാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലും ഇതിലേക്ക് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുള്ളൂ. ഒന്ന് അടച്ചു വെക്കാം. ഈ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സമയത്ത് ഇത് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ചിക്കൻ ഏകദേശം ഫ്രൈ ആവാനായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 3 മുട്ട ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. നമുക്ക് ആ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, മുട്ടയും കൂടി. ഇപ്പോൾ നമ്മളെ ചിക്കൻ പീസസ് ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ആവണം കേട്ടോ ചിക്കന്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ, ഈ സെയിം പാനിലേക്ക് തന്നെ, ഇതേ ഓയിലിലേക്ക് തന്നെ, ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ആ ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിലിലോട്ട് നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെ ചിക്കി തോർത്തിയെടുക്കുക. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി തോർത്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് നമ്മൾ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വെച്ചിരുന്ന വെള്ളം, അപ്പോൾ ഇതിലേക്കിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ടൈപ്പ് നൂഡിൽസാണ്, എഗ് നൂഡിൽസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു നൂഡിൽസ് കുക്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ എഗ് നൂഡിൽസാണ് ഞാൻ ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. വെജിറ്റബിൾ നൂഡിൽസിലേറെ കൂടുതൽ എഗ് നൂഡിൽസാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നി എനിക്ക് ഇതിൽ. അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ വെള്ളത്തിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇതൊരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരടുപ്പത്ത് ഇത് വെച്ചിട്ട് ഒരടുപ്പത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ സെയിം പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 5-8 ഇല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി മൂത്ത് നല്ലൊരു സ്മെല്ല് വരും കുറച്ച് കഴിയുമ്പോൾ. അതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ബീൻസുമാണ്. ക്യാരറ്റ് നമുക്ക് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും ഗ്രേറ്റ് ചെയ്ത് ചേർക്കരുത്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുക. ബീൻസും ഓവർ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട, ഇതുപോലുള്ള കുറച്ചൊരു വലുപ്പമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്, ഉള്ളിത്തണ്ടും അതുപോലെ തന്നെ ഓവർ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ചൊരു കനത്തിൽ ഇതുപോലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതൊരു 100 ഗ്രാമിൻ്റെ അടുത്ത് ഉള്ളിത്തണ്ട് ഉണ്ടാവും. 75 ഗ്രാം 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം 3 ടൈപ്പുള്ള ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും
യെല്ലോയും എടുത്തിട്ടുണ്ട്. അത് 3 ഓരോന്നിൻ്റെ കാൽ ഭാഗം വെച്ചിട്ടേ എടുത്തിട്ടുള്ളൂ. 3 കൂടി ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് വരും. ബീൻസും അതുപോലെ തന്നെ ഒരു 10-12 ബീൻസും ഒരു മീഡിയം സൈസ് ക്യാരറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഒന്നായിട്ടൊന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അടച്ചൊന്നും വെക്കണ്ട. ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. മുട്ടയിലും ചിക്കനിലും ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ നൂഡിൽസിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിക്കുക. അടച്ച് വെക്കരുത്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു കളറുണ്ടല്ലോ, ആ കളറ് നഷ്ടപ്പെടാൻ പാടില്ല. ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഒരു 1/4 ഭാഗം, ഒരു 70% കുക്കാവാൻ പാടുള്ളൂ. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ക്യാരറ്റും ബീൻസും ഇതൊന്നും പിന്നെ ക്യാപ്സിക്കൊക്കെ പ്രത്യേകിച്ച് വെന്ത് കുഴഞ്ഞു പോകരുത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കുക. മുട്ടയും ചിക്കനും വെജിറ്റബിൾസ് എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട സോസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല മിക്സാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് സോയാ സോസാണ്. സോയാ സോസും ഇതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർക്കണ്ട. ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസിന് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് കുറച്ച് ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിത് കഴിക്കുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ സോസ് വയ്ക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടാതെ കഴിക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോസൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മളെ നൂഡിൽസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം കൊണ്ട് വാഷ് ചെയ്തതാണ് റണ്ണിങ് വാട്ടറിൽ. എന്നിട്ട് പിന്നെ ആ സെയിം പാനിലേക്ക് തന്നെ വെള്ളം വാർത്തതിന് ശേഷം ഇട്ടതാണ്. ഇത് 1/2 കിലോ നൂഡിൽസിൻ്റെ പാക്കറ്റായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ നമുക്കിതിലേക്കിട്ട് നമ്മുടെ വെജിറ്റബിളും ചിക്കനും ഒക്കെ ഉള്ള ഈ മസാല ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാൻ ഇതുപോലെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. നൂഡിൽസിൽ ഈ മസാല കോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ സാധാരണ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യും. പാത്രം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തും. എന്നിട്ടൊരു 5-10 മിനിറ്റ് ആവിൽ ദമ്മിട്ട് വെക്കുക. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വെച്ചാൽ മതി. എന്നിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളെ സോസുകളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ നൂഡിൽസ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേപോലുള്ള ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.